VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരം വിളപ്പിൽശാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഗുരുതരാവസ്ഥയിൽ രോഗി എത്തിയതിനു ശേഷം പുറത്ത് കാത്തു നിൽക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ബിസ്മീറിന് ശ്വാസമെടുക്കാൻ സാധിക്കാതെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയിട്ടും അധികൃതർ ഗ്രില്ല് തുറന്നുകൊടുക്കാൻ തയ്യാറായില്ല. ജനുവരി 19 പുലർച്ചെ 1:30 മണിയോടെയാണ് ബിസ്മീറും ഭാര്യയും ആശുപത്രിയിലെത്തുന്നത്. എന്നാൽ രോഗിയെ എത്തിച്ചിട്ടും ഡോക്ടർമാരോട് എത്താനോ പ്രാഥമിക ചികിത്സ നൽകാനോ തയ്യാറായില്ലെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അതേസമയം പട്ടി കയറുന്നതിനാലാണ് ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിയിട്ടതെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വേണ്ട ചികിത്സ നൽകിയിട്ടുണ്ടെന്നും വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. വിളപ്പിൽശാലയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ബിസ്മീറിനെ എത്തിച്ചെങ്കിലും 20 മിനിറ്റ് മുന്നേ രോഗി മരിച്ചുവെന്നാണ് അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കൊല്ലംകോണം സ്വദേശി ബിസ്മീർ സ്വിഗ്ഗി ജീവനക്കാരനായിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന അതിവേഗ റെയിൽപാതയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിവേഗ റെയിൽ വരട്ടെ. സിൽവർ ലൈനിനെ എതിർത്തത് പരിസ്ഥിതികവും സാമ്പത്തികവുമായ വിഷയങ്ങളുടെ പേരിലാണ്. കൃത്യമായ ഒരു DPR സർക്കാരിന് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആ എതിർപ്പിന്റെ അർത്ഥം കേരളത്തിൽ അതിവേഗ റെയിൽ വേണ്ട എന്നല്ല, ബദലുകൾ പരിശോധിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുമോ? അങ്ങനെയൊന്നുമില്ല. അതിവേഗ റെയിലിന്റെ പ്രപ്പോസൽ വരട്ടെ, DPR തയ്യാറാക്കട്ടെ. ഇത്തരം പദ്ധതികൾക്ക് പാരിസ്ഥിതിക ആഘാത പഠനം വേണം. സിൽവർ ലൈൻ തട്ടിക്കൂട്ട് പദ്ധതിയാണ്. 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് പണിതു വെച്ചാൽ കേരളം എവിടെ പോകുമെന്ന് അദ്ദേഹം ചോദിച്ചു. പറവൂർ മണ്ഡലത്തിൽ പുനർജനി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടിന്റെ കല്ലിടിയിൽ കർമ്മം പൂർത്തിയാക്കിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു VD സതീശൻ. അടുത്ത ആഴ്ച മറ്റൊരു വീടിനും തറക്കല്ലിടും. പലരുടെയും സ്പോൺസർഷിപ്പിലൂടെയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാദേശികമായിട്ടുള്ള കരാറുകാരന് സ്പോൺസർ നേരിട്ട് പണം കൊടുക്കുന്നത്. ആരെങ്കിലും കേസ് കൊടുത്തതിനാൽ ഞാൻ അത് വഴിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ അർഹരായവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? 230 മുകളിൽ വീടുകൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് എന്റെ കണക്ക്. ഒരു 5-10 എണ്ണത്തിന്റെ വ്യത്യാസമേ വരികയുള്ളൂ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം വിഷയത്തിൽ ഇടതുപക്ഷം നടത്തുന്ന അവകാശവാദം വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഇന്നലെ അവിടുത്തെ ഉദ്ഘാടന വേളയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായ പിന്തുണയാണ് പദ്ധതിക്ക് വാഗ്ദാനം ചെയ്തത്. 2ാം ഘട്ട വികസനത്തിലും ഉദ്ഘാടനത്തിലും ഒക്കെ പ്രതിപക്ഷം പങ്കെടുത്തു, പൂർണ്ണമായി സഹകരിച്ചു. എന്നാൽ അവിടെ ഇന്നലെ ഇതിന്റെ എല്ലാം അവകാശവാദം ഉന്നയിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 2014 തുറമുഖത്തിന് തറക്കല്ലിടുന്നത്. ആ ഉദ്ഘാടന കർമ്മം അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് ഇത്. അഴിമതിയാണ്, കടൽ കൊള്ളയാണ് എന്നവർ ആക്ഷേപിച്ച പദ്ധതിയായിരുന്നു വിഴിഞ്ഞം. അതിനെയെല്ലാം മറികടന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായി തുറമുഖം അവിടെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു. ആ ഉമ്മൻചാണ്ടിക്ക് 1 കോടി നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാണ് ഇന്നലെ വിഴിഞ്ഞത്തിന്റെ മുഴുവൻ അവകാശവാദം ഏറ്റെടുക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ചു നോക്കൂ. UDF ഭരണകാലത്ത് 90% സ്ഥലം ഏറ്റെടുത്തു. ബാക്കി 10% സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെ ക്രമക്കേടുകൾ വെളിപ്പെടുത്തിയ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഇന്നുണ്ടായേക്കും. ഇന്ന് ചേരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം നടപടി തീരുമാനിക്കും. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് സാധ്യത. മേൽ കമ്മിറ്റിയുടെ അനുമതിയോടെയാകും നടപടി പ്രഖ്യാപിക്കുക. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ആരോപണം അടക്കം പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. അന്വേഷണ കമ്മീഷൻ തള്ളിയ ആരോപണം വീണ്ടും ഉന്നയിച്ചതിന് പിന്നിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ എന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി ശ്രമം. അതിനിടെ പയ്യന്നൂർ MLAT A മധുസൂദനന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി. അതേസമയം എന്നാൽ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ V കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് CPM നേതൃത്വം. പാർട്ടിയെ തകർക്കാനാണ് നീക്കമെന്ന് താനൊഴികെ മറ്റെല്ലാവരും കള്ളന്മാർ എന്ന് സ്ഥാപിക്കാനാണ് കുഞ്ഞികൃഷ്ണന്റെ ശ്രമമെന്നും MP ജയരാജൻ പ്രതികരിച്ചു. തന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ നേതൃത്വം തയ്യാറാകണമെന്നും കുഞ്ഞികൃഷ്ണൻ ആവർത്തിച്ചു. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി VMTV ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ്. മറക്കാതെ കാണുക.